ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له اللهم لك الحمد كما ينبغي لجلال وجهك وعظيم سلطانك اللهم لا نحصي ثناء عليك أنت كما أثنيت على نفسك ولك الحمد حتى ترضى وصلى الله وسلم على سيدنا محمد وعلى آله وأصحابه ومن اهتدى بهديه وجاهد في سبيله إلى يوم الدين أيها الناس أوصيكم عباد الله بتقوى الله أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم والسابقون الأولون من المهاجرين والأنصار والذين اتبعوهم بإحسان رضي الله عنهم ورضوا عنه وأعد لهم جنات تجري تحتها الأنهار خالدين فيها أبدا ذلك الفوز العظيم. ബഹുമാന്യരായ സഹോദരി സഹോദരന്മാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സൂക്ഷിച്ചുകൊണ്ടും ഭയന്നുകൊണ്ടും ജീവിക്കണമെന്ന് ആദ്യമായി ഓർമ്മപ്പെടുത്തുകയാണ്. റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സഹാബ കിറാമും ഇസ്ലാമിൻ്റെ ആരംഭഘട്ടത്തിൽ എത്രയേറെ പ്രതിബന്ധങ്ങളും തടസ്സങ്ങളും പ്രയാസങ്ങളും നേരിട്ടുകൊണ്ടാണ് അല്ലാഹുവിൻ്റെ ദീനിനെ മുറുകെ പിടിക്കുകയും അതിൻ്റെ പ്രചാരണ പ്രബോധന പ്രവർത്തനങ്ങൾ നിർവഹിക്കുകയും ചെയ്തിരുന്നത് എന്ന് കഴിഞ്ഞ ആഴ്ചകളിലെ ഖുതുബകളിലൂടെ നാം മനസ്സിലാക്കിയിട്ടുണ്ടായിരിക്കും. കൂടുതൽ സുരക്ഷിതവും ഇസ്ലാമിക പ്രബോധന പ്രവർത്തനങ്ങൾക്ക് അനുയോജ്യവും എന്ന് കരുതുന്ന മദീന പ്രദേശത്തേക്ക് പോയി അവിടെ കൂടുതൽ ഫലപ്രദമായ രീതിയിൽ അല്ലാഹുവിൻ്റെ ദീനിൻ്റെ പ്രവർത്തനം നിർവഹിക്കാനാണ് അവർ തീരുമാനിക്കുന്നത്. ഇതിൻ്റെ ഭാഗമായി റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിലേക്ക് ഹിജ്റ പോകുന്നതിന് മുമ്പ് തന്നെ തൻ്റെ അനുയായികളോട് മദീനയിൽ എത്തിച്ചേരാൻ ആവശ്യപ്പെടുകയും അവർ എല്ലാ പ്രയാസങ്ങളെയും തരണം ചെയ്തുകൊണ്ട് മദീനയിലേക്ക് ഹിജ്റ പോവുകയും ചെയ്തിട്ടുണ്ടായിരുന്നു എന്ന് നാം മനസ്സിലാക്കി. മിക്കവാറും എല്ലാവരും മദീനയിൽ എത്തിച്ചേർന്നു എന്നും ഇനി വളരെ കുറഞ്ഞ ഏതാനും വ്യക്തികൾ മാത്രമേ മക്കയിൽ ഉള്ളൂ എന്നും അവർക്ക് മദീനയിലേക്ക് പോകണമെങ്കിൽ പെട്ടെന്നൊന്നും സാധ്യമാവുകയില്ല എന്നും ബോധ്യമായ സന്ദർഭത്തിലാണ് റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിലേക്ക് പോകാൻ വേണ്ടി തീരുമാനിക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംബന്ധിച്ചിടത്തോളം ഏത് നിമിഷവും അദ്ദേഹം സ്ഥലം വിട്ടു പോകാൻ സാധ്യതയുണ്ട് എന്ന ആശങ്ക ഖുറൈശികൾക്കും കുഫാറുകൾക്കും ഉണ്ടായിരുന്നു. അങ്ങനെ മുഹമ്മദ് കൂടി അവിടെ മദീനയിൽ എത്തിച്ചേർന്ന് മുസ്ലിമീങ്ങൾക്ക് വളരെ സുസംഘടിതവും സുരക്ഷിതവുമായ ഒരു പ്രദേശം ലഭിക്കുകയാണ് എങ്കിൽ അത് തങ്ങളെ സംബന്ധിച്ചിടത്തോളം വലിയ ക്ഷീണവും അപകടകരവുമായിരിക്കും എന്ന് ഖുറൈശികൾ മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വകവരുത്താനാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വധിച്ചു കളയാനാണ് പിന്നീട് അവർ ഗൂഢാലോചനകൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ചരിത്രത്തിൽ അത്തരം സംഭവങ്ങളെല്ലാം തന്നെ വളരെ പ്രസിദ്ധമാണ്. നബി തിരുമേനിയെ കൊല്ലുന്നവരോട് ഖുറൈശികളിലെ പ്രത്യേകിച്ചും ബനൂ ഹാഷിം ഗ്രൂപ്പ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വന്തം കുടുംബം, അത് രൂക്ഷമായ രീതിയിലായിരിക്കും പ്രതികരിക്കുക എന്നും
അത് വളരെ ദോഷം ചെയ്യും എന്നും കണ്ടതിനാൽ മൊത്തത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള ഒരു ഗ്രൂപ്പിനോട് മാത്രം ഇവർ എതിരിടുന്ന അവസ്ഥ ഉണ്ടാവരുത്. എല്ലാവരും കൂടിച്ചേർന്ന് എല്ലാവരും കൂടിയാണ് ഈ പാതകം നിർവഹിച്ചത് എന്ന രീതി വരണം. അങ്ങനെയാകുമ്പോൾ എല്ലാവരോടും, ഖുറൈശികളും അറബികളുമായ എല്ലാ വിഭാഗത്തോടും ബനൂ ഹാശിം കുടുംബത്തിന് എതിര് നിൽക്കാൻ സാധിക്കുകയില്ല. അതുകൊണ്ട് താമസിയാതെ തന്നെ അവരുടെ ശത്രുത ഇല്ലാതെയാവുകയോ അല്ലെങ്കിൽ അതിന് പ്രായശ്ചിത്തം വാങ്ങിക്കൊണ്ട് ആ കുറ്റകൃത്യങ്ങൾ ക്ഷമിച്ചു കൊടുക്കാൻ അവർ നിർബന്ധിതരാവുകയോ ചെയ്യും എന്നുമൊക്കെയുള്ള ചില തന്ത്രങ്ങളാണ് അവർ ആവിഷ്കരിച്ചത്. ആ അടിസ്ഥാനത്തിലാണ് ഓരോ ഗോത്രത്തിലെയും ഓരോ പ്രതിനിധികളെയും കൂട്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വീട് വളഞ്ഞ് തിരുമേനിയെ പുറത്തേക്ക് വരുന്ന സന്ദർഭത്തിൽ കൊല്ലാനുള്ള ഒരു ആസൂത്രണം അവർ നടത്തിയത്. പക്ഷെ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അപാരമായ അനുഗ്രഹത്താൽ റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അവിടെ നിന്ന് യാതൊരു കേടുപാടുകളും സംഭവിക്കാത്ത രൂപത്തിൽ അവരെയെല്ലാം തന്നെ ആൾമാറാട്ടം നടത്തുന്ന രീതിയിലുള്ള ഒരു തന്ത്രത്തിൽ അകപ്പെടുത്തിക്കൊണ്ട് അവരെയെല്ലാം കബളിപ്പിക്കാൻ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് സാധിച്ചു. അന്ന് രാത്രി അലി റളിയല്ലാഹു അൻഹുവിനെ തന്റെ വിരിപ്പിൽ കിടത്തിക്കൊണ്ടാണ് റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹിജ്റ പോകാൻ വേണ്ടി പുറപ്പെട്ടത് എന്ന് ചരിത്രത്തിലൂടെ നമുക്ക് കാണാം. നേരം വെളുത്ത് അവരന്വേഷിക്കുമ്പോഴേക്കും റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്ഥലം വിടുകയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംബന്ധിച്ചിടത്തോളം സുരക്ഷിതമായ രീതിയിൽ വേറെ അകലമുള്ള പ്രദേശങ്ങളിലേക്ക് എത്തിച്ചേരുകയും ചെയ്യാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു. ഈ ഹിജ്റയെ സംബന്ധിച്ച് ചരിത്രത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതിന്റെ വിശദീകരണങ്ങൾ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ദിവസം നട്ടുച്ചക്കാണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ വീട്ടിൽ വരുന്നത്. മിക്കവാറും എല്ലാവരും ഹിജ്റ പോയിട്ടുണ്ടായിരുന്നു വിശ്വാസികളുടെ കൂട്ടത്തിൽ നിന്ന് നേരത്തെ നമ്മൾ മനസ്സിലാക്കി. ഇനി അള്ളാഹുവിന്റെ അനുവാദവും പ്രതീക്ഷിച്ചുകൊണ്ടാണ് റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം കാത്തിരിക്കുന്നത്. അങ്ങനെ ഉച്ച സമയത്ത് തിരുമേനിയുടെ ഈ വരവ് സാധാരണ പതിവില്ലാത്തതാണ്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു മനസ്സിലാക്കി എന്തോ ഗുരുതരമായ അല്ലെങ്കിൽ അസാധാരണമായ ചില സംഭവങ്ങൾ ഉണ്ടായിരിക്കും, അതുകൊണ്ടാണ് റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ സമയത്ത് വരുന്നത് എന്ന് അദ്ദേഹം മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നു. റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന്റെ വീട്ടിൽ വന്നപ്പോൾ അവിടെ അസ്മായും അതുപോലെ ആയിഷ റളിയല്ലാഹു അൻഹയുമായിരുന്നു അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ പുത്രിമാരായ ഇവർ രണ്ടുപേരുമായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ അവരെ മാറ്റി നിർത്താൻ വേണ്ടി അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനോട് തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം ആവശ്യപ്പെട്ടപ്പോൾ വേറെ ആരുമല്ല അതെന്റെ പുത്രിമാരാണ് എന്ന് പറഞ്ഞ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് എന്ത് പറയാനുമുള്ള ഒരു സ്വാതന്ത്ര്യമോ അല്ലെങ്കിൽ സുരക്ഷിതമായ ഒരു സമയവും സന്ദർഭവുമാണ് ഇത് എന്നുള്ള വിവരമോ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു കൈമാറുകയുണ്ടായി. ആ സന്ദർഭത്തിലാണ് റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം തനിക്ക് ഹിജ്റ പോവാനുള്ള അനുവാദം അള്ളാഹുവിൽ നിന്ന് ലഭിച്ചിട്ടുണ്ട് എന്ന വിവരം അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനോട് പറയുന്നത്. ഉടനെ തന്നെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അസ്സുഹ്ബത യാ റസൂലല്ലാഹ്, അള്ളാഹുവിന്റെ ദൂതരെ അങ്ങയുടെ കൂടെ വരാൻ എന്നെയും അനുവദിക്കണം എന്നുള്ള രീതിയിലാണ് അബൂബക്കറിന്റെ ആവശ്യം ഉന്നയിക്കുന്നത്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ ആ ആവശ്യം റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം അംഗീകരിക്കുകയും രണ്ടുപേർക്കും ഒന്നിച്ച് ഹിജ്റ പോവാൻ വേണ്ടി തീരുമാനിക്കുകയുമാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ആയിഷ റളിയല്ലാഹു അൻഹ പറയുകയാണ്, എന്റെ ജീവിതത്തിൽ ആദ്യമായാണ് സന്തോഷം അധികമാകുമ്പോൾ ഒരാൾ കരയുന്നത് എങ്ങനെയാണ് എന്ന് എനിക്ക് കാണാൻ സാധിച്ചത്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന് പ്രവാചകന്റെ കൂടെ ഹിജ്റ പോവാനുള്ള അനുവാദം ലഭിച്ചപ്പോൾ അദ്ദേഹം സന്തോഷത്താൽ കരയുകയും അദ്ദേഹത്തിന്റെ സ്വന്തം നിയന്ത്രണം നഷ്ടപ്പെട്ടു പോവുകയും ചെയ്തു എന്ന് ആയിഷ റളിയല്ലാഹു അൻഹ നമുക്ക് വിശദീകരിച്ചു തരുന്നു. ഏതായിരുന്നാലും ഹിജ്റക്ക് വേണ്ട എല്ലാ സൗകര്യങ്ങളും അതിനാവശ്യമായ എല്ലാ സംവിധാനങ്ങളും ആസൂത്രണങ്ങളും നടത്തുക എന്നുള്ളതാണ് പിന്നീട് അവർ രണ്ടുപേരും ചെയ്യുന്നത്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു 2 കുതിരകളെ ഒരുക്കി നിർത്തുകയും
ആ 2 കുതിരകൾ ഉപയോഗിച്ചുകൊണ്ട് യാത്ര തുടരാം എന്ന് തീരുമാനിക്കുകയും ചെയ്യുന്നു. റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ കൈവശം ഉണ്ടായിരുന്ന ചില ഉരുപ്പടികൾ ഉണ്ടായിരുന്നു. അഥവാ ഈ ഖുറൈശികളിലും അതുപോലെ ഇസ്ലാമിന്റെ എതിരാളികൾ പോലും പല കാര്യങ്ങളും പല വസ്തുക്കളുമൊക്കെ സൂക്ഷിക്കാൻ വേണ്ടി ഏൽപ്പിക്കാറുണ്ടായിരുന്നത് തിരുമേനിയെയായിരുന്നു. വിശ്വസ്തമായ രീതിയിൽ അത് കൈകാര്യം ചെയ്യുമെന്നുള്ള ആ ഉറപ്പിന്റെ അടിസ്ഥാനത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പല വസ്തുക്കളും സൂക്ഷിക്കാൻ വേണ്ടി ഏൽപ്പിക്കാറുണ്ടായിരുന്നു. അപ്പൊ ഈ വസ്തുക്കളൊക്കെ അതിന്റെ ഉടമകൾക്ക് തിരിച്ചെത്തിക്കാൻ വേണ്ടി അലി റളിയല്ലാഹു അൻഹുവിനെ അതെല്ലാം തന്നെ പറഞ്ഞ് ഏൽപ്പിക്കുകയുണ്ടായി. മാത്രമല്ല അവർ നേരത്തെ തന്നെ പ്ലാൻ ഇട്ടതുപോലെ ഈ സൗർ ഗുഹയിൽ ഒളിച്ചിരിക്കുവാനും അങ്ങനെ അവിടെ വിവരങ്ങൾ അതത് സന്ദർഭങ്ങളിൽ എത്തിച്ചു തരുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ഏർപ്പാടും സംവിധാനവും എല്ലാം തന്നെ ചെയ്തുകൊണ്ടാണ് അവർ ആ ഹിജ്റ ആരംഭിക്കുന്നത്. സാധാരണഗതിയിൽ മദീനയിലേക്ക് പോവാറുള്ള ആ വഴി തെരഞ്ഞെടുക്കാതെ വേറെ ഒരു വളഞ്ഞ വഴിയിലൂടെയാണ് പ്രവാചകൻ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയും അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു സഞ്ചരിക്കാൻ ഉദ്ദേശിക്കുന്നത്. രാത്രി കാലങ്ങളിൽ അവരോടൊപ്പം അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ മകൻ അബ്ദുള്ള എന്ന് പറയുന്ന വ്യക്തി ഉണ്ടായിരിക്കും. അങ്ങനെ നേരം വെളുക്കുമ്പോഴേക്കും അദ്ദേഹം ഈ സ്ഥലത്ത് നിന്ന് ഇറങ്ങി വന്ന് ഖുറൈശികളിലേക്ക് തന്നെ തിരിച്ചു വരും. രാത്രി സ്വന്തം വീട്ടിൽ നിന്ന് വരുന്നത് പോലെയുള്ള രീതിയിലാണ് അദ്ദേഹം തിരിച്ചു വരിക. അപ്പൊ അതിന്റെ ഫലമായിക്കൊണ്ട് പകൽ എന്താണ് ഇവരുടെ ഇടയിൽ നടക്കുന്ന സംസാരങ്ങൾ, എന്തെല്ലാം പരിപാടികളും ആസൂത്രണങ്ങളുമാണ് ഉള്ളത് എന്നൊക്കെ അറിഞ്ഞ് രാത്രി സമയത്ത് റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് എത്തിച്ചു കൊടുക്കുക എന്നുള്ളതായിരുന്നു ഈ അബ്ദുള്ളയുടെ ചുമതല. ആമിർ ഇബ്നു ഫുഹൈറ എന്ന് പറയുന്ന അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ ഒരു വേലക്കാരൻ, അദ്ദേഹത്തിന്റെ ആടുകളെ ഇങ്ങനെ മേച്ചുകൊണ്ട് നടക്കുന്ന ജോലിയാണ് ഈ വേലക്കാരനുണ്ടായിരുന്നത്. ഈ ആടുകളിങ്ങനെ മേച്ച് സഞ്ചരിപ്പിച്ചുകൊണ്ട് ഈ ഗുഹയുടെ അടുത്തേക്ക് കൊണ്ടുവരികയും രാത്രികാലങ്ങളിൽ അവർക്ക് ആവശ്യമായ പാലും മറ്റുമൊക്കെ കൊടുത്ത് വല്ല കാൽപ്പാടുകളും മറ്റുമൊക്കെ ഈ വഴിയിലുണ്ട് എങ്കിൽ അത് ഈ ആട്ടിന്റെ അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള പോക്കിൽ മാഞ്ഞു പോകുന്ന ഒരു രീതി അതും തന്നെ സ്വീകരിക്കപ്പെട്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ ഈ രീതിയിൽ എല്ലാ സംവിധാനങ്ങളും ചെയ്തുകൊണ്ട് 3-ാമത്തെ ദിവസം ഈ ഒട്ടകങ്ങളെയുമായിക്കൊണ്ട് ഈ ഗുഹയുടെ അടുത്തേക്ക് വരണം എന്നുള്ളതാണ് അബ്ദുല്ലാഹി ഇബ്നു ഉറൈഖത്ത് എന്ന് പറയുന്ന വ്യക്തിയെ ചട്ടം കെട്ടിയിരുന്നത് അതിനായിരുന്നു. അങ്ങനെ ആ 3-ാമത്തെ ദിവസം അവിടെ നിന്ന് സഞ്ചരിക്കാം മദീനയിലേക്ക്. അദ്ദേഹത്തിന്റെ ഒരു വഴികാട്ടിയും കൂടിയായിരുന്നു, തിരുമേനിക്കും അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനുമുള്ള ഒരു വഴികാട്ടിയും കൂടിയായിരുന്നു ഈ വ്യക്തി. അങ്ങനെ ആ രൂപത്തിലുള്ള എല്ലാ ഏർപ്പാടുകളും ചെയ്തുകൊണ്ട് ഈ സൗർ ഗുഹയിലാണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവും അതുപോലെ തന്നെ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയും കഴിച്ചുകൂട്ടിയത്. റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം നാട് വിട്ടു, സ്ഥലം വിട്ടു എന്നുള്ള വിവരം ഖുറൈശികൾ അറിഞ്ഞപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിൽ എത്തുന്നതിന് മുമ്പായി പിടികൂടുക എന്നുള്ളത് വളരെ ആവശ്യമായിരുന്നു. അപ്പോൾ തിരുമേനിയെ ജീവനോട് കൂടിയോ അല്ലാതെയോ ആരാണ് പിടികൂടുന്നത് കൊണ്ടുവരുന്നത് എങ്കിൽ അയാൾക്ക് 100 ഒട്ടകങ്ങൾ കൊടുക്കാം എന്നുള്ള ഒരു ഓഫറുമായി ഇതിന് പറ്റുന്ന തരത്തിലുള്ള ആളുകളെയെല്ലാം തന്നെ ഈ മക്കയിലെ മുശ്രിക്കുകൾ സമീപിച്ചിട്ടുണ്ടായിരുന്നു. ആരാണോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ജീവനോട് കൂടിയോ അല്ലാതെയോ തിരിച്ചു കൊണ്ടുവരുന്നത് എങ്കിൽ അയാൾക്ക് 100 ഒട്ടകങ്ങൾ കൊടുക്കാമെന്ന്. അപ്പൊ ഈ രൂപത്തിൽ ഇതിനെ സംബന്ധിച്ചുള്ള ചർച്ചകളും മറ്റുമൊക്കെ നടന്നുകൊണ്ടിരിക്കുന്ന വേളയിലാണ് നമുക്ക് സുറാഖ എന്ന് പറയുന്ന ഒരു വ്യക്തി, സുറാഖത്ത് ബിൻ മാലിക് എന്ന് പറയുന്ന വ്യക്തി ഈ ഓഫറുകളെ സംബന്ധിച്ച് കേൾക്കുന്നത്. അദ്ദേഹം നല്ല വിദഗ്ധനായ ഒരു കുതിരസവാരിക്കാരനും കരുത്തനായ ഒരു യോദ്ധാവും ആയിരുന്നു. അപ്പോൾ സുറാഖത്ത് ബിൻ മാലിക്കിനെ സംബന്ധിച്ചിടത്തോളം ഈ വ്യക്തികളെ എങ്ങനെയെങ്കിലും ഒന്ന് കണ്ടുപിടിക്കണം, അങ്ങനെ ഈ സമ്മാനങ്ങൾ തനിക്ക് സ്വന്തമാക്കണം എന്നുള്ള ആഗ്രഹമുണ്ടായിരുന്നു. അദ്ദേഹം ഇങ്ങനെ തന്റെ ആളുകളുടെ ഇടയിൽ തന്റെ വീട്ടിന്റെയും അതുപോലെ തന്നെ ചുറ്റുപാടിലുമൊക്കെ ഇരുന്ന് ഈ കാര്യങ്ങളെ സംബന്ധിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന വേളയിൽ ആരോ വന്നുകൊണ്ട് ഈ കടൽ തീരത്തൂടെ 2 ആളുകൾ ഇങ്ങനെ സഞ്ചരിച്ചു പോകുന്നുണ്ട് എന്നുള്ള ഒരു റൂമർ അദ്ദേഹത്തോട് പറയുകയുണ്ടായി. അത് റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയും അബൂബക്കറും ആയിരിക്കാനുള്ള സാധ്യതയും
സംസാരമധ്യേ ഉണ്ടായി. പക്ഷെ സമർത്ഥനായ സുറാഖ അത് അവരൊന്നുമല്ല, അവരിന്ന ആളുകളാണ്, അവർ കുറച്ചു മുമ്പ് ഇതിലൂടെ പോയവരാണ് എന്നൊക്കെയുള്ള രീതിയിൽ പറഞ്ഞുകൊണ്ട് ആ ആളുകളെ ആ സംസാരത്തിൽ നിന്ന് അവരെ വിഷയം മാറ്റുകയും വേറെ രീതിയിലുള്ള വിഷയങ്ങളിലേക്കൊക്കെ അവരെ കൊണ്ടുപോവുകയും ചെയ്തു. ഇത് കഴിഞ്ഞതിന് ശേഷം കുറച്ചു കഴിഞ്ഞ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും അബൂബക്കറും തന്നെയാണ് അത് എന്നുള്ള രീതിയിൽ സുറാഖക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇവരെ പിടികൂടാൻ തനിക്ക് സാധിക്കണം എന്നുള്ള ഉദ്ദേശത്തോടുകൂടി ഈ സദസ്സിൽ നിന്നും മെല്ലെ എഴുന്നേറ്റ് സുറാഖ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെയും അബൂബക്കറിനെയും പിടികൂടാൻ വേണ്ടി പുറപ്പെടുകയുണ്ടായി. സുറാഖത്ത് ഇബ്നു മാലിക്കിനെ സംബന്ധിച്ചിടത്തോളം വളരെ അത്ഭുതകരമായ ചില അനുഭവങ്ങളാണ് പിന്നീട് കാണാൻ സാധിക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും അബൂബക്കറും ആണ് തന്റെ മുന്നിലുള്ളത് എന്ന് അദ്ദേഹത്തിന് ബോധ്യപ്പെടുകയും അവരെ പിടികൂടാനുള്ള എല്ലാ സാധ്യതകളും ഉണ്ടാവുകയും ചെയ്യുന്ന അവസരത്തിൽ പോലും അദ്ദേഹത്തിന്റെ മൃഗത്തിന് മുന്നോട്ടു പോകുവാനോ അവരോട് അടുക്കുവാനോ സാധിക്കാത്ത ചില സാഹചര്യങ്ങളും അവസ്ഥകളും ഉണ്ടായി. മുന്നോട്ട് നീങ്ങാൻ വേണ്ടി ശ്രമിക്കുമ്പോഴെല്ലാം തന്നെ കുതിര ആണ്ടുപോവുകയും പൂണ്ടുപോവുകയും അതിന്റെ കാലുകൾ മണ്ണിൽ തറച്ചു പോവുകയും മുന്നോട്ട് സഞ്ചരിക്കാൻ സാധ്യമല്ലാത്ത ചില അനുഭവങ്ങൾ ഉണ്ടാവുകയും ചെയ്യുന്നു. വീണ്ടും അദ്ദേഹം കുതിരയുടെ പുറത്തിറങ്ങി കുതിരയെല്ലാം തന്നെ സമാധാനിപ്പിച്ച് മുന്നോട്ട് പോകാൻ ശ്രമിക്കുമ്പോൾ കുറച്ചു പോയാൽ വീണ്ടും അങ്ങനെ തന്നെ. അങ്ങനെ 2-3 തവണ ഇത് ആവർത്തിക്കുകയും അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെയും നബി തിരുമേനിയുടെയും അടുത്തെത്തുകയും ചെയ്ത സന്ദർഭത്തിൽ സുറാഖ പറയുകയുണ്ടായി, ഞാൻ നിങ്ങളെ ഒരിക്കലും ദ്രോഹിക്കാൻ പോകുന്നില്ല, ഞാൻ നിങ്ങളെ സഹായിക്കുക മാത്രമേ ചെയ്യുകയുള്ളൂ, അതുകൊണ്ട് നിങ്ങളൊന്ന് നിൽക്കണം, നിങ്ങളോട് സംസാരിക്കണം എന്നുള്ള രീതിയിൽ അദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടും അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനോടും ബന്ധപ്പെടുകയുണ്ടായി. റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവും സുറാഖയുമായി സന്ധിക്കുകയും അദ്ദേഹത്തിന്റെ ഈ അനുഭവങ്ങളൊക്കെ അവരോട് പറയുകയും ചെയ്തപ്പോൾ സുറാഖക്ക് ഏതായിരുന്നാലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രവാചകത്വം ബോധ്യപ്പെടുകയും ആ പ്രവാചകനെ താൻ പിടിക്കാൻ പോകുന്നത് കൊണ്ടാണ് ഇത്തരത്തിലുള്ള അനുഭവങ്ങൾ ഉണ്ടായത് എന്ന് അദ്ദേഹത്തിന് ബോധ്യം വരികയും അദ്ദേഹം മാനസികമായി മുസ്ലിമായി മാറുകയും ചെയ്യുന്നു. മാത്രമല്ല, എന്ത് സഹായമാണ് നിങ്ങൾക്ക് ചെയ്തു തരേണ്ടത് എന്നും സുറാഖത്ത് ഇബ്നു മാലിക് റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കുന്നു. റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തോട് പറയുന്നത്, വേറെ ഒരു സഹായവും ആവശ്യമില്ല, ഞങ്ങളുടെ വിവരങ്ങൾ മറച്ചു വെച്ചാൽ മതി, ആരോടും ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം പറയരുത്, ഇത് മാത്രമാണ് താങ്കൾ ചെയ്യേണ്ടത് എന്ന് പറയുകയും ആ സന്ദർഭത്തിൽ സുറാഖയോട് റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു കാര്യം വെളിപ്പെടുത്തുകയും ചെയ്തു. അഥവാ സുറാഖ, ഇന്ന് അള്ളാഹുവിന്റെ പ്രവാചകനെയും ആ പ്രവാചകന്റെ അനുയായികളെയും വേട്ടയാടി സ്വന്തം പ്രദേശത്ത് പോലും നിലനിൽക്കാനോ അല്ലെങ്കിൽ സ്വന്തം ആദർശമനുസരിച്ച് ജീവിക്കാനോ അനുവദിക്കാത്ത ഒരു സാഹചര്യമാണ് ഉള്ളത് എങ്കിൽ അധികം താമസിയാതെയുള്ള ഒരു കാലഘട്ടത്തിൽ ഈ ദീനും ഈ പ്രവാചകന്റെ സന്ദേശവും ഈ പ്രദേശങ്ങളെല്ലാം തന്നെ വിജയിക്കുകയും കിസ്റയുടെയും മറ്റുമൊക്കെ ആ അധികാരവും അവരുടെ ചെങ്കോലുകളുമെല്ലാം അസ്തമിക്കുകയും ആ കിസ്റയുടെ സ്വർണ്ണാഭരണങ്ങൾ, കിസ്റയുടെ കൈകളിൽ അണിഞ്ഞിരിക്കുന്ന സ്വർണ്ണാഭരണങ്ങൾ മുസ്ലിമീങ്ങളുടെ കയ്യിൽ വരികയും അത് സുറാഖയെ അണിയുന്നതായ സാഹചര്യങ്ങൾ ഉണ്ടായിത്തീരുകയും ചെയ്യും എന്ന് പ്രവാചകൻ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ സന്ദർഭത്തിൽ വെളിപ്പെടുത്തുകയുണ്ടായി. അപ്പൊ ഈ രൂപത്തിലാണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവും തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയും മക്കയിൽ നിന്ന് പുറപ്പെട്ടത്. അതിനിടയ്ക്ക് ഗുഹയിൽ ഇരിക്കുന്ന സന്ദർഭത്തിൽ പലപ്പോഴും തന്നെ ശത്രുക്കളുടെ ആ അന്വേഷക സംഘങ്ങൾ റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചാരത്തുകൂടി പോകുന്നുണ്ട്. അവരെ ഗുഹാമുഖത്ത് എത്തുന്ന അനുഭവങ്ങൾ പോലും ഉണ്ടായിട്ടുണ്ട്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു തിരുമേനിയോട് ബേജാറോടുകൂടി പറഞ്ഞിട്ടുണ്ട്, പ്രവാചകരെ, അവരെങ്ങാനും സ്വന്തം കാലിന്റെ അടിയിലേക്കൊന്ന് തിരിഞ്ഞു നോക്കുകയാണെങ്കിൽ അവർ നമ്മളെ കാണുമല്ലോ എന്ന്. തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അതിനുണ്ടായിരുന്ന മറുപടി, അബൂബക്കർ, നാം അള്ളാഹുവിൽ ഭരമേൽപ്പിക്കുന്നവരാണല്ലോ, 2 പേര് മാത്രമാണ് നമ്മൾ ഉള്ളത് എങ്കിലും 3ാമതായി അള്ളാഹു ഉണ്ടല്ലോ, അള്ളാഹു ഒരിക്കലും തന്നെ നമ്മളെ കൈവടിയുകയില്ല എന്ന് പ്രവാചകൻ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ സമാശ്വസിപ്പിക്കുന്നു. ഈ വിഷയമായാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിൽ പറഞ്ഞത്, ഇല്ലാ തൻസുറൂഹു ഫഖദ് നസറഹുല്ലാഹ് ഇദ് അഖ്റജഹു അല്ലദീന കഫറൂ സാനിയ ഇസ്നൈനി ഇദ് ഹുമാ ഫിൽ ഗാർ
ഇത് യഖൂലു ലിസാഹിബിഹി ലാ തഹ്സൻ ഇന്നല്ലാഹ മഅനാ ഇല്ലാ തൻസുറൂഹു, നിങ്ങൾ ആ പ്രവാചകനെ സഹായിച്ചിട്ടില്ല എങ്കിൽ ഫഖദ് നസറഹുല്ലാഹ്, അല്ലാഹു അദ്ദേഹത്തെ സഹായിച്ചിട്ടുണ്ട്. ഇത് അഖ്റജഹുല്ലദീന കഫറു, ആ സത്യനിഷേധികളായ ആളുകൾ സ്വന്തം നാട്ടിൽ നിൽക്കാൻ അനുവദിക്കാതെ കണ്ട്, സ്വന്തം നാട്ടിൽ പ്രവർത്തിക്കാൻ അനുവദിക്കാതെ കണ്ട്, സ്വന്തം നാട്ടിൽ നിന്നും വീട്ടിൽ നിന്നും അദ്ദേഹത്തെ ആട്ടിയോടിച്ച സന്ദർഭത്തിൽ സാനിയസിനെ ഇത് ഹുമാഫിൽ ഗാർ, രണ്ടുപേര് മാത്രമായി കൊണ്ട് അവർ ആ ഗുഹയിൽ കഴിഞ്ഞ സന്ദർഭം നിങ്ങൾ അനുസ്മരിക്കുക. ഇത് യഖൂലു ലിസാഹിബിഹി ലാ തഹ്സൻ ഇന്നല്ലാഹ മഅനാ, ആ പ്രവാചകൻ തന്റെ കൂട്ടുകാരനോട് പറയുന്നു, താങ്കൾ ഒരിക്കലും തന്നെ വേവലാതിപ്പെടേണ്ടതില്ല, തീർച്ചയായും അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ കൂടെയുണ്ട്. ഫഅൻസലല്ലാഹു സകീനതഹു അലൈഹി, അങ്ങനെ അല്ലാഹു സുബ്ഹാനഹു വ തആല തന്റേതായ ഒരു സ്വസ്ഥത, സമാധാനം അദ്ദേഹത്തിന്റെ മനസ്സിന് ഇട്ടുകൊടുത്തു. വഅയ്യദഹു ബിജുനൂദിൻ ലം തറൗഹ, നിങ്ങൾ കാണാത്ത ഒരു സൈന്യവുമായി കൊണ്ട് അല്ലാഹുവിന്റെ സഹായം ആ പ്രവാചകന് ലഭിക്കുകയുണ്ടായി. അപ്പൊ ആ രൂപത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ പ്രവാചകനെ പ്രത്യേകമായി കാത്ത് ആ മക്കയിൽ നിന്ന് മദീനത്തേക്ക് കൊണ്ടുവരുന്നതാണ് പിന്നീട് നമുക്ക് കാണാൻ സാധിക്കുന്നത്. മദീനയിൽ പ്രവാചകൻ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം വരുന്നു എന്നുള്ള വിവരം നേരത്തെ അറിയാമായിരുന്നു, മക്കയിൽ നിന്ന് പുറപ്പെട്ടിട്ടുണ്ട് എന്ന്. അപ്പോൾ അതുകൊണ്ട് അവർ ഓരോ ദിവസവും നേരം വെളുത്താൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വരുന്നുണ്ടോ എന്നറിയുന്നതിന് വേണ്ടി ഉയർന്ന സ്ഥലങ്ങളിൽ നിന്നുകൊണ്ട് ദൂരങ്ങളിലേക്ക് ഇങ്ങനെ കണ്ണോടിച്ചുകൊണ്ടിരിക്കുക എന്നുള്ളത് അവരുടെ പതിവായിരുന്നു. നേരം വെളുത്താൽ എല്ലാവരും കൂടി, കുട്ടികളും അതുപോലെ തന്നെ സ്ത്രീകളും എല്ലാവരും പുറത്തേക്കിറങ്ങി ഏറ്റവും ഉയരമുള്ള സ്ഥലങ്ങളിൽ ചെന്ന് നിന്നുകൊണ്ട് ദൂരെ നിന്ന് ആരെങ്കിലും വരുന്നുണ്ടോ എന്ന് നോക്കിക്കൊണ്ടേയിരിക്കും. വെയിൽ വല്ലാതെ ചൂടായാൽ മാത്രമാണ് അവർ അവരുടെ വീടുകളിലേക്ക് തിരിച്ചു പോകുക. ഇത് അവരുടെ സമ്പ്രദായമായിരുന്നു. തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്വാഗതം ചെയ്യാനുള്ള അടങ്ങാത്ത ആവേശം അവരുടെ ഹൃദയങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്നതായിരുന്നു. അങ്ങനെ ഒരു ദിവസം വളരെ നട്ടുച്ച സമയത്ത് ഇങ്ങനെ എല്ലാവരും കുറെ നേരം കാത്തുനിന്ന് വീടുകളിലേക്കൊക്കെ മടങ്ങിയ ഒരു സന്ദർഭത്തിലാണ് ഒരു ജൂതനായ ഒരാൾ എന്തോ ഒരു ആവശ്യത്തിന് വേണ്ടി അയാളുടെ കോട്ടയുടെയോ മറ്റോ മുകളിൽ കയറിയപ്പോൾ ദൂരെ നിന്ന് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവും തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയും വരുന്നത് അദ്ദേഹത്തിന്റെ ദൃഷ്ടിയിൽപ്പെട്ടത്. അയാൾ ഉടനെ തന്നെ ഈ മദീനയിലെ മുസ്ലിമീങ്ങളോട് നിങ്ങൾ കാത്തുനിന്നിരുന്ന ആളുകൾ വരുന്നുണ്ട് എന്നുള്ള വിവരം അറിയിക്കുകയും ആബാലവൃദ്ധ ജനങ്ങളും അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെയും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെയും സ്വീകരിക്കുന്നതിന് വേണ്ടി അവരവരുടെ വീടുകളിൽ നിന്ന് ഇറങ്ങി വരികയും ചെയ്യുന്നു. അങ്ങനെ ഏതാണ് ഇതില് അള്ളാന്റെ റസൂൽ എന്ന് അവർക്ക് തിരിച്ചറിയാൻ പലർക്കും സാധ്യമല്ല. അവർ നേരത്തെ കണ്ടിട്ടില്ലല്ലോ. അപ്പൊ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആണോ പ്രവാചകൻ, അതോ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം അത് വേറെ ആരാണ് എന്നവർക്ക് തിരിച്ചറിയാൻ സാധ്യമല്ലാത്ത ഒരു അവസ്ഥ ഉണ്ടായപ്പോൾ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന് പലരും തന്നെ നോക്കുന്നത് നബിയെ നോക്കുന്നത് പോലെയാണ് എന്ന് മനസ്സിലാവുകയും ചെയ്തപ്പോൾ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വെയിൽ തട്ടാതിരിക്കാൻ ഇങ്ങനെ ഒരു തുണി കൊണ്ട് ഇങ്ങനെ മറച്ചു പിടിച്ചുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംരക്ഷിക്കുകയുണ്ടായി. അപ്പൊ അത് കണ്ടപ്പോൾ അവർക്ക് മനസ്സിലായി ഇന്ന ആളായിരിക്കും പ്രവാചകൻ എന്ന്. അങ്ങനെ റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ആ ഖുബ എന്ന് പറയുന്ന ആ പ്രദേശം, മദീനയിൽ നിന്ന് ഏതാനും കിലോമീറ്റർ 2-3 കിലോമീറ്ററുകൾ മാത്രം അകലെയുള്ള ഖുബ എന്നുള്ള സ്ഥലത്ത് വെച്ച് അവർ സ്വീകരിക്കുകയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ ഏതാനും ദിവസങ്ങൾ താമസിക്കുകയും ചെയ്യുന്നു. അവിടെയാണ് ആദ്യമായി മദീനയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു പള്ളി, മദീന പ്രദേശത്തോട് തൊട്ടുകിടക്കുന്ന ഒരു പ്രദേശത്തെ പള്ളി എന്നുള്ള രൂപത്തിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു പള്ളി പണിയുകയും അവിടെ കുറച്ച് ദിവസങ്ങൾ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം താമസിക്കുകയും ചെയ്യുന്നു. പിന്നീടാണ് റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിലേക്ക് പോകുന്നത്. മദീനയിൽ ചെന്ന് അബൂ അയ്യൂബുൽ അൻസാരി എന്ന് പറയുന്ന സഹാബിയുടെ ആ വീട്ടിന്റെ പരിസരത്തെത്തിയപ്പോൾ ഇവിടെ തന്റെ അനുയായികളുടെ ആരുടെ വീടാണ് ഏറ്റവും അടുത്തുള്ളത് എന്ന് റസൂൽ തിരുമേനി ചോദിക്കുകയും അബൂ അയ്യൂബുൽ അൻസാരി അത് എന്റെ വീടാണ് എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കൂട്ടിക്കൊണ്ടുപോവുകയുമാണ് ചെയ്യുന്നത്. റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ അബൂ അയ്യൂബുൽ അൻസാരിയുടെ വീട്ടിൽ ആതിഥ്യത്തിൽ ഏതാനും ദിവസങ്ങൾ താമസിക്കുന്നു. ഈ ചരിത്ര സംഭവങ്ങളൊക്കെ മറ്റു പല സന്ദർഭങ്ങളിലും നമ്മൾ വിശദീകരിച്ചതാണ്. ഏതായിരുന്നാലും ആ രൂപത്തില്
അള്ളാഹുവിന്റെ ദൂതൻ കൂടി ഹിജറ ചെയ്തുകൊണ്ട് മദീനയിൽ എത്തിച്ചേരുന്നതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഈ മദീനയിലേക്ക് വന്ന ആദ്യത്തെ വിശ്വാസികൾ മുഹാജിറുകളാവട്ടെ, അതുപോലെ മദീനയിൽ അവരെ സ്വാഗതം ചെയ്ത അൻസാറുകളാവട്ടെ, ഇസ്ലാമിക ചരിത്രത്തിലെ ഏറ്റവും ശ്രേഷ്ഠമായ, ഏറ്റവും ആദരണീയമായ ഒരു സമൂഹമായി കൊണ്ടാണ് മനസ്സിലാക്കപ്പെടുന്നത്. അവരുടെ മഹത്വവും അവരുടെ പുണ്യവും അവരുടെ സ്ഥാനവും മറ്റ് ഈ ഇസ്ലാമിക സമൂഹത്തിൽ വേറെ ആർക്കും തന്നെ ലഭ്യമായിട്ടില്ല. പരിശുദ്ധ ഖുർആൻ തന്നെ അവരെ സംബന്ധിച്ചിടത്തോളം അത് വാഴ്ത്തി പറയുകയും ചെയ്തിട്ടുണ്ട്. വസ്സാബിഖൂനൽ അവ്വലൂന മിനൽ മുഹാജിരീന വൽ അൻസാർ വല്ലദീന തബഊഹും ബിഇഹ്സാൻ റളിയല്ലാഹു അൻഹും വറളു അൻഹു. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, അൻസാറുകളുടെയും മുഹാജിറുകളുടെയും കൂട്ടത്തിലെ ആദ്യത്തെ വിഭാഗങ്ങൾ, ആദ്യമായി ഇസ്ലാമിലേക്ക് വന്ന വിഭാഗങ്ങൾ, അവരെ പിന്തുടർന്നുകൊണ്ട് ജീവിക്കുന്നവരായ ആ ഇസ്ലാമിക തലമുറ റളിയല്ലാഹു അൻഹും വറളു അൻഹു, അവരെ സംബന്ധിച്ചിടത്തോളം അള്ളാഹു സംതൃപ്തനാണ്. അവർക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല നൽകുന്ന പ്രതിഫലങ്ങളെ സംബന്ധിച്ചിടത്തോളം അവരും സംതൃപ്തരാണ് എന്ന് അവരെ സംബന്ധിച്ചിടത്തോളം വിശുദ്ധ ഖുർആൻ പറയുന്നു. വഅദ്ദലഹും ജന്നാത്തിൻ തജ്രി തഹ്തഹൽ അൻഹാർ, അവർക്ക് വേണ്ടി അള്ളാഹു സുബ്ഹാനഹു വ തആല സ്വർഗ്ഗത്തിലെ സ്ഥാനങ്ങൾ ഒരുക്കി വെച്ചിട്ടുണ്ട് എന്നും ദാലിക ഹുവൽ ഫൗസുൽ അളീം, ദാലികൽ ഫൗസുൽ അളീം, അതാണ് മഹത്തായ വിജയം എന്നുമൊക്കെ അവരെ സംബന്ധിച്ചിടത്തോളം എടുത്തു പറഞ്ഞതും നമുക്ക് കാണാം. കാരണം ഇസ്ലാമിക ചരിത്രത്തിലെ ഏറ്റവും ആകർഷകമായ ഒരധ്യായമാണ് ഈ അൻസാറുകളുടെയും മുഹാജിറുകളുടെയും ജീവിതത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി അവരെ സഹോദര സഹോദരന്മാരാക്കി വാഴ്ത്തുകയും അങ്ങനെ അവരെ പരസ്പരം ആ ഐക്യത്തിലും ആ ഇസ്ലാമിക സൗഹാർദ്ദത്തിലും ഇസ്ലാമിക സാഹോദര്യത്തിലും ഊട്ടിയുറപ്പിക്കുകയും ചെയ്യുന്നത് നമുക്ക് കാണാൻ സാധിക്കുന്നു. ഈ ഗോത്രപരമായ പക്ഷപാതിത്വത്തിന്റെയും അതുപോലെയുള്ള മറ്റ് ദുർവിചാരങ്ങളുടെയും പേരിൽ, ജാഹിലിയത്തിന്റെ പേരിൽ പരസ്പരം കലഹിക്കുകയും നൂറ്റാണ്ടുകളോളം സമരം ചെയ്യുകയും യുദ്ധം ചെയ്യുകയും രക്തം ചിന്തുകയും ചെയ്തിരുന്ന ഒരു സമൂഹത്തെ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ആ കലിമത്തു തൗഹീദിന്റെ പേരിൽ കൂട്ടിയിണക്കി ഏകോദര സഹോദരന്മാരാക്കി മാറ്റിയ ആ ചരിത്രമാണ്, അല്ലെങ്കിൽ ആ അനുഗ്രഹീതമായ മാതൃകയാണ് ഈ സമൂഹത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി വരുന്നതിന് മുമ്പ് തന്നെ ഈ നാട്ടിലേക്ക് പലായനം ചെയ്തു വരുന്ന വിശ്വാസികളെ സ്വീകരിച്ചുകൊണ്ടും അവർക്കാവശ്യമായ സഹകരണങ്ങളും സഹായങ്ങളും പിന്തുണയും നൽകിക്കൊണ്ടുമൊക്കെ സംരക്ഷിക്കുന്ന ചുമതല അൻസാറുകൾ ഏറ്റെടുത്ത് നിർവഹിച്ചിരുന്നു എന്ന് നമുക്ക് കാണാം. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വന്ന ഉടനെ, മദീനയിലെത്തിയ ഉടനെ തിരുമേനി 2-3 കാര്യങ്ങൾ ചെയ്യുകയുണ്ടായി. ഒന്നാമതായി മദീനയിൽ ഒരു ഇസ്ലാമിക കേന്ദ്രം പണിയുക എന്നുള്ളതാണത്. മുസ്ലിം സമൂഹത്തിന് ആവശ്യമായ ശിക്ഷണങ്ങൾ നൽകണം. പുതിയ ഒരു സമൂഹമാണ്, പുതിയ ഒരു വിഭാഗമാണ്, അവരിലേക്ക് പ്രവാചകൻ വന്നിരിക്കുകയാണ്. അപ്പോൾ അവരെ ഇസ്ലാമികമായി അവർക്ക് വിദ്യാഭ്യാസം നൽകണം, ഇസ്ലാമികമായിട്ട് അവരെ വളർത്തിക്കൊണ്ടുവരണം, ഇസ്ലാമിന്റേതായ സ്വഭാവങ്ങള്, രീതികള്, അതുപോലെ തന്നെ ജീവിതം അതൊക്കെ അവരെ പഠിപ്പിക്കണം. ഇതിനൊക്കെ ആവശ്യമായ രീതിയിലുള്ള, ഇതിനൊക്കെ സഹായകമായ രീതിയിലുള്ള ഒരു കേന്ദ്രം പണിയണം. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒന്നാമത്തെ പ്രയോറിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ അതിനുവേണ്ടി ഒരു സ്ഥലം, തിരുമേനിയുടെ ഒരു ഇസ്ലാമിക കേന്ദ്രം പണിയുന്നതിന് വേണ്ടിയുള്ള ഒരു സ്ഥലം, അതിന് പറ്റുന്ന ഒരു സ്ഥലം അന്വേഷിച്ചു നോക്കിയപ്പോൾ അത് 2 യതീം കുട്ടികളുടെ സ്ഥലമാണ് എന്ന് റസൂൽ തിരുമേനിക്ക് മനസ്സിലായി. അപ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അതിന് വില നിശ്ചയിക്കുകയും വിലക്ക് അത് വാങ്ങുകയും ചെയ്യുന്നതാണ് പിന്നെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. അത് സൗജന്യമായി തരാമെന്ന് അതിന്റെ ഉടമകൾ പറഞ്ഞുവെങ്കിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സമ്മതിക്കുകയുണ്ടായില്ല. വില കൊടുത്തുകൊണ്ട് ആ സ്ഥലം, ഇന്ന് മദീനത്തെ പള്ളി നിലനിൽക്കുന്ന അതിന്റെ ഏറ്റവും പഴയ ആ സ്ഥലമാണ് അതിനുവേണ്ടി തെരഞ്ഞെടുത്തത് എന്ന് നമുക്ക് ചരിത്രം പരിശോധിച്ചാൽ കാണാം. അവിടെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു അള്ളാഹുവിന്റേതായ ഒരു ഭവനം പണിയുകയും തിരുമേനിക്കും കുടുംബത്തിനും താമസിക്കാനുള്ള ആ സൗകര്യമുള്ള മറ്റ് വാസസ്ഥലങ്ങൾ അതിനോട് ചുറ്റും പണിയുകയും ചെയ്യുന്ന ഒരു രീതിയിലാണ് അവിടെ പ്രവർത്തനങ്ങൾ പുരോഗമിച്ചത്. അപ്പോൾ ആ രീതിയിൽ
ഒന്നാമതായി ഇസ്ലാമിക സമൂഹത്തെ വാർത്തെടുക്കാനുള്ള ഒരു കേന്ദ്രം പണിയുക എന്നുള്ളത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ നടപ്പാക്കി. രണ്ടാമതായി അവിടെ ബാങ്ക് കൊടുക്കാനുള്ള ഒരു സംവിധാനം ഉണ്ടാക്കി. നമസ്കാരമാണ്. ആ വ്യവസ്ഥാപിതമായി ജമാഅത്ത് നമസ്കാരം നിർവഹിക്കപ്പെടുന്നതിന് വേണ്ടിയിട്ട് അവിടെ ബാങ്ക് കൊടുക്കാനുള്ള ഒരു സിസ്റ്റം ഉണ്ടാക്കി. ആ ബാങ്കിന്റേതായ വാചകങ്ങൾ ബിലാൽ റളിയല്ലാഹു അൻഹുവിനെയും ഇബ്നു ഉമ്മു മക്തൂം എന്ന് പറയുന്ന സഹാബിയെയും പഠിപ്പിച്ചു. അവരാണ് ഏറ്റവും നല്ല വിദഗ്ധമായ രീതിയിലും ആകർഷകമായ രീതിയിലും ബാങ്ക് കൊടുക്കാൻ കെൽപ്പുള്ളവർ എന്നും അവരുടെ ബാങ്കാണ് ഏറ്റവും ആകർഷണീയമായ ബാങ്ക് എന്നും മനസ്സിലാക്കിയതിന്റെ പേരിൽ അവരെ ബാങ്ക് പഠിപ്പിക്കുകയും അവരെ ബാങ്ക് കൊടുക്കാൻ വേണ്ടി ഏർപ്പാടാക്കുകയും ചെയ്തു. അങ്ങനെ ആ പള്ളിയിൽ ഒരുമിച്ച് കൂടുക, പള്ളിയിൽ വെച്ചുകൊണ്ട് ഇസ്ലാമിന്റേതായ കാര്യങ്ങൾ പറഞ്ഞു പഠിപ്പിക്കുക, ഇസ്ലാമിന്റെ ശിക്ഷണങ്ങൾ കൊടുക്കുക, അങ്ങനെ ആ ജനതയെ വിശ്വാസത്തിലും അവരുടെ കർമ്മത്തിലുമൊക്കെ ഇസ്ലാമികമാക്കി തീർക്കുക. ഈ ഉത്തരവാദിത്തങ്ങളാണ് പ്രവാചകൻ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിൽ ആദ്യമായി നിർവഹിക്കുന്നത്. മൂന്നാമതായി റസൂൽ തിരുമേനി ചെയ്യുന്നത് ഈ പള്ളിയോടനുബന്ധമായി കൊണ്ട് ആളുകൾക്ക് താമസിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു പ്രത്യേക സംവിധാനം, ഒരു അതിഥി മന്ദിരം എന്നൊക്കെ വിശേഷിപ്പിക്കാവുന്ന സുഫത്ത് എന്ന് പറയുന്ന ഒരു സ്ഥലം കൂടി സജ്ജീകരിക്കുകയാണ്. നേരത്തെ മദീനയിലേക്ക് വരുന്ന ആളുകൾ അവരെ മദീനയിലെ തന്നെ ആളുകൾ അവർ ബാധിച്ചെടുക്കുകയും സ്വന്തം വീട്ടിലും അതുപോലെ തന്നെ നാട്ടിലുമൊക്കെ അവർക്ക് താമസിക്കാനൊക്കെയുള്ള സൗകര്യങ്ങൾ ഏർപ്പെടുത്തുകയുമായിരുന്നു ചെയ്തിരുന്നത്. പക്ഷെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വന്നതോടുകൂടി പുതിയ പുതിയ ആളുകൾ ഇസ്ലാമിലേക്ക് പല പ്രദേശങ്ങളിൽ നിന്നും വരികയും അതുപോലെ തന്നെ വ്യക്തികൾക്ക് മാത്രം ഉൾക്കൊള്ളാൻ പറ്റാത്ത രീതിയിൽ ഇവരുടെ അംഗസംഖ്യ വർദ്ധിക്കുകയും ചെയ്യുന്നത് നമുക്ക് കാണാൻ സാധിക്കുന്നു. ആ പല ആളുകളും സ്വന്തമായി സൗകര്യമുള്ളവരാണ് എങ്കിൽ സ്വന്തമായി താമസിക്കാനുള്ള ഏർപ്പാടുകളൊക്കെ അവരുണ്ടാക്കും. അതുപോലെ തന്നെ അടുത്തവരോ ബന്ധുക്കളോ അല്ലെങ്കിൽ കുടുംബക്കാരൊക്കെ ഉണ്ടെങ്കിൽ അവരുടെ കൂടെ കൂടും. അപ്പൊ ആ രീതിയിലുള്ള സംവിധാനങ്ങൾ മുഴുവൻ തന്നെ പര്യാപ്തമാവാതെ വന്നപ്പോൾ ഇത്തരം ആളുകളെ ഉൾക്കൊള്ളുന്നതിന് വേണ്ടിയും താമസിപ്പിക്കുന്നതിന് വേണ്ടിയുമൊക്കെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അഹ്ലു സുഫത്ത് എന്ന് പറയുന്ന ഒരു സ്ഥലം പ്രത്യേകമായി അവർക്ക് വേണ്ടി സജ്ജീകരിക്കുന്നത്, പള്ളിയോടനുബന്ധമായി സജ്ജീകരിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. അപ്പോൾ അവിടെയാണ് ഇത്തരം ആളുകളെല്ലാം തന്നെ താമസിപ്പിക്കുക. അതുപോലെ മറ്റ് പ്രദേശങ്ങളിൽ നിന്ന് ഇസ്ലാമിനെ സംബന്ധിച്ച് പഠിക്കാൻ വേണ്ടി വരുന്നവരും താൽക്കാലികമായി ഏതാനും ദിവസങ്ങൾ ഇവിടെ താമസിക്കാൻ ഉദ്ദേശിക്കുന്നവരുമായ ആളുകൾ, അത്തരം ആളുകളെയും ഒക്കെ ഇവിടെയായിരുന്നു താമസിപ്പിക്കാറുണ്ടായിരുന്നത്. അപ്പോൾ അവർക്ക് റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വൈജ്ഞാനികമായ ക്ലാസുകളും അതുപോലെ തന്നെ തിരുമേനിയുടെ പ്രഭാഷണങ്ങളുമൊക്കെ കേൾക്കാനുള്ള അവസരങ്ങൾ ഉണ്ടാകുന്നു. ഖുർആൻ അവരെ ഓതി കേൾപ്പിക്കുന്നു. ഖുർആൻ കൂടുതൽ മനഃപ്പാഠമാക്കാൻ അവർക്ക് സാധിക്കുന്നു. ഇസ്ലാമിക ജീവിത രീതി എന്തൊക്കെയാണ് എന്ന് അവർക്ക് പറഞ്ഞു പഠിപ്പിച്ചു കൊടുക്കുന്നു. വേറുള്ള ആളുകൾക്ക് പഠിപ്പിച്ചു കൊടുക്കാനും അവരിലേക്ക് നിയോഗിക്കാനും പറ്റുന്ന രീതിയിൽ ഇവരെ വളർത്തുന്നു. ഇവരെ പ്രവർത്തകന്മാരാക്കി കൊണ്ടുവന്നുകൊണ്ട് ഇവരെ മറ്റ് പ്രദേശങ്ങളിലേക്ക് അല്ലെങ്കിൽ മറ്റ് ആളുകളിലേക്കോ അല്ലെങ്കിൽ മറ്റു ഗ്രൂപ്പുകളിലേക്കോ ഗോത്രങ്ങളിലേക്കോ ഒക്കെ നിയോഗിക്കാൻ പറ്റുന്ന ഒരു രീതിയിൽ ഈ ആളുകളെ വളർത്തിക്കൊണ്ടുവരിക എന്നുള്ളതായിരുന്നു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉദ്ദേശം. ഇത് പള്ളിയിൽ ഇങ്ങനെ ചടഞ്ഞിരിക്കുക എന്നുള്ള അടിസ്ഥാനത്തിലും അങ്ങനെ ഇബാദത്തിലും ദിക്റിലും ദുആയിലും അതാണ് പുണ്യം എന്ന് പഠിപ്പിച്ചു കൊടുക്കുന്ന ഒരു രീതിയിലും ആയിരുന്നില്ല എന്നുകൂടി നമ്മൾ പ്രത്യേകം മനസ്സിലാക്കേണ്ടതുണ്ട്. നേരെ മറിച്ച് ഈ ആളുകളിൽ തന്നെ പലരും സ്വന്തമായി ജോലി ചെയ്യുന്നവരായിരുന്നു. കിടപ്പാടവും അതുപോലെയുള്ള സൗകര്യങ്ങളും ഇല്ലാത്തത് കൊണ്ട് റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നേരിട്ടിട്ടുള്ള നേതൃത്വത്തിലും മേൽനോട്ടത്തിലും ആ ആളുകളെ താമസിപ്പിക്കുകയും പല ആളുകളും പകൽ സമയങ്ങളിലൊക്കെ ജോലിക്ക് പോകും, ജോലി കഴിഞ്ഞാൽ അവർ വീണ്ടും തിരിച്ചു വരും, അവിടെ താമസിക്കും, ഇങ്ങനെ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ഈ കൂട്ടത്തിൽപ്പെട്ട പല ആളുകളും പല യുദ്ധങ്ങളിലും സമരങ്ങളിലുമൊക്കെ പങ്കെടുക്കുന്നവരുണ്ടായിരുന്നു. പലരെയും ദീനിന്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി പല സ്ഥലത്തേക്കും നിയോഗിക്കുകയും പല ആളുകൾക്കും പഠിപ്പിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള മാലിന്യങ്ങളായിക്കൊണ്ട് നിശ്ചയിക്കുകയും ഒക്കെ ചെയ്യുന്നത് നമുക്ക് കാണാൻ സാധിക്കുന്നു. അപ്പൊ ഇങ്ങനെ തന്റേതായ ഒരു സമൂഹത്തെ വാർത്തെടുക്കാൻ വേണ്ടി ആ സമൂഹത്തിന്റെ സൃഷ്ടിക്ക് പറ്റുന്ന രീതിയിലുള്ള പ്രവർത്തകന്മാരെ സജ്ജീകരിക്കുന്നതിന് വേണ്ടി ഉള്ള സംവിധാനങ്ങൾ പ്രവാചകൻ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഹിജ്റയോടനുബന്ധിച്ചുകൊണ്ട് ചെയ്യുന്നു. അതോടൊപ്പം തന്നെ റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്തത് ഒരു മറ്റ് സമൂഹങ്ങളുമായി, മുസ്ലിമീങ്ങൾ മാത്രമല്ല അമുസ്ലിം മദീനയിൽ താമസിക്കുന്ന അമുസ്ലിം സമൂഹങ്ങളുമായി ഒരു കരാറിലെത്തുകയും അങ്ങനെ അവരെ തമ്മിൽ ഒരു സംരക്ഷണത്തിന്റെയും പരസ്പരമായ
ആദരവിന്റെയും അതുപോലെ പരസ്പര സംരക്ഷണത്തിന്റെയും ഒക്കെ ഒരു കരാറും ഒരു രൂപത്തിലുള്ള ഒരു സഖ്യവും എത്തിച്ചേരുകയും ചെയ്യുക എന്നുള്ളതും റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വീകരിക്കുകയുണ്ടായി. ഇത് മദീനയിലെ മുസ്ലിമീങ്ങളും മക്കയിൽ നിന്ന് വന്ന മുസ്ലിമീങ്ങളും മാത്രമല്ല, മദീനയിലുള്ള ജൂതന്മാർ അടക്കം ആ ജൂതന്മാരും ഈ മദീനയിലെ ഇസ്ലാമിക സമൂഹവും ഒരേ ഒരു ഉമ്മത്താണ് എന്നും അവർ പരസ്പരം സഹായിച്ചുകൊണ്ടും സഹകരിച്ചുകൊണ്ടുമാണ് മുന്നോട്ട് പോവേണ്ടത് എന്നും അവർ ഓരോരുത്തർക്കും അവരവരുടെ മതമനുസരിച്ച് ജീവിക്കാനുള്ള പൂർണ്ണമായ സ്വാതന്ത്ര്യമുണ്ടായിരിക്കുമെന്നും ആ രൂപത്തിലുള്ള മനുഷ്യാവകാശങ്ങളിൽ എല്ലാവരും തുല്യരായിരിക്കുമെന്നും മദീനയുടെ നേരെ പുറമെ നിന്നുണ്ടാകുന്ന ആക്രമണങ്ങളെ ഒന്നിച്ചു നിന്നുകൊണ്ട് എതിർക്കണം എന്നുമുള്ള ഒരു കരാറാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇതര വിഭാഗങ്ങളുമായി, ജൂതന്മാരെ പോലെയുള്ള ഇതര വിഭാഗങ്ങളുമായിട്ട് കരാറാണ് ഒപ്പുവെച്ചത് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. അപ്പൊ ഈ രൂപത്തിലുള്ള ഇസ്ലാമിന്റെ അടിത്തറവാവുകയും മുസ്ലിം സമൂഹത്തിന് സുരക്ഷിതമായി കൊണ്ട് ഒരു പ്രദേശത്ത് കഴിഞ്ഞുകൂടാനുള്ള അതിന്റെ എല്ലാ സജ്ജീകരണങ്ങളും ഒരുക്കുകയും ചെയ്തതിന് ശേഷമാണ് പ്രവാചകൻ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ ദീനിന്റെ ആ പൂർണ്ണമായ ആ ഘട്ടങ്ങളിലേക്ക് ഇങ്ങനെ ക്രമേണയായി മുന്നേറിക്കൊണ്ടിരിക്കുന്നത് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ അള്ളാഹുവിന്റെ റസൂലിന്റെ ഈ ഹിജ്റ എന്ന് പറയുന്നത് അത് ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം അതിന്റെ വളർച്ചയുടെ ഒരു സുപ്രധാനമായ നാഴികക്കല്ലായിരുന്നു. ആ വളർച്ചയിൽ ഇസ്ലാമികമായ സമൂഹത്തെ ഏകോപിപ്പിച്ചുകൊണ്ട് ഒരു പ്രദേശത്ത് ഒരുമിച്ച് കൂട്ടുകയും അവരെ ഒരു ശക്തിയാക്കിക്കൊണ്ട് മാറ്റുകയും അങ്ങനെ അവരുടേതായ ഒരു സ്വന്തം സംസ്കാരവും സ്വന്തമായ ഒരു ജീവിത രീതിയും സ്വന്തമായ രീതിയിലുള്ള ഒരു സാമൂഹികമായ ക്രമവും ഒക്കെ ഉണ്ടാക്കിയെടുത്തുകൊണ്ട് ആ ഒരു മാതൃക ജനസമൂഹത്തിന്റെ മുന്നിൽ, ലോകത്തിന്റെ മുന്നിൽ പ്രദർശിപ്പിക്കുകയും ചെയ്തുകൊണ്ട് ഇതിലവർക്ക് മാതൃക കാണിക്കുക എന്നുള്ളതായിരുന്നു പ്രവാചകന്റെ ലക്ഷ്യമെന്നും അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രവാചകന്റെ ഈ ഹിജ്റയിലൂടെ ഇതാണ് സാധിപ്പിച്ചു കൊടുത്തത് എന്നും നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ദീനിന്റെ കാര്യങ്ങൾ സൂക്ഷ്മമായി പഠിക്കാനും മനസ്സിലാക്കാനും അത് ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കാനും നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ.